ഇയാളുടെ മരണം അറിഞ്ഞപ്പോൾ ഞാൻ നന്നായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഗ്ലാൻസിൽ കിടന്ന ലൈംഗിക അതിക്രമം നടത്തിയ ഒരാൾ മരിച്ചു എന്നാണ്. എനിക്ക് അതപ്പോൾ സന്തോഷം തോന്നി. എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ പെണ്ണിനെ മാത്രമേ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു പെണ്ണിന് സൈബർ ബുള്ളിങ് ഏൽക്കാതിരിക്കുക എന്നുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരക്കേറിയ ബസ്സിൽ തന്നെ സ്വകാര്യ ഭാഗത്ത് ഒരാൾ സ്പർശിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു യുവതി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് കാരണം ജീവനൊടുക്കിയ സംഭവം. അതിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച യുവതിയുടെ പേരാണ് ഷിംജിത. മരണപ്പെട്ട വ്യക്തിയുടെ പേരാണ് ദീപക്. എന്തായാലും ദീപകിന്റെ മരണത്തിന് പിന്നാലെ ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയിൽ ഇന്നലെ ഷിംജിതയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവിടെ ഷിംജിതയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ ദീപക് മരണപ്പെട്ട ഉടനെ തന്നെ ദീപകിന്റെ ചില സുഹൃത്തുക്കൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം പോലീസുകാരിൽ നിന്നുണ്ടായ ഫസ്റ്റ് റെസ്പോൺസിനെ കുറിച്ച് ദീപകിന്റെ സുഹൃത്തുക്കൾ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു നോക്കി. ചേട്ടാ, ഇന്നലെ ദീപകിന്റെ മരണം അറിഞ്ഞ് നിങ്ങൾ പോലീസിനെ വിളിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയൊക്കെ ചെയ്തല്ലോ. പോലീസുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? നമ്മൾ പോലീസുകാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരായിരുന്നു സ്റ്റേഷനിലുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ഇതിലൊരു നടപടി സ്വീകരിച്ചിട്ട് ആ കുട്ടീൻ്റെ പേര് FIR ഇട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇതിൽ പിന്മാറുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോലീസ് CI ആണ് അവിടെ ഉണ്ടായിരുന്നത്. CI നമ്മൾ SIനോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ്. ഇന്ന ആളെ പേരിൽ ഇങ്ങനെ കേസ് എടുക്കണം, കാരണം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ചെന്നതാണ്. അപ്പോൾ അവിടെ CI ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ തയ്യാറാവാണ്ടേ അദ്ദേഹം ജീപ്പിൽ കയറുകയും, യൂണിഫോമല്ല, അദ്ദേഹം ജീപ്പിൽ കയറുകയും ജീപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തതല്ലേ, ഞാൻ കണ്ടു വീഡിയോ. അപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു, സാർ അതിൽ എന്താ സാറ് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചു. കാരണം ആ ഒരു ഡിസ്റ്റൻസിൽ അത്രയും ഡിഫറൻറ്റിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത്. ആ പെൺകുട്ടി അങ്ങോട്ട് പോയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഈ CI ഒരു നടപടിയില്ല, ഞങ്ങൾ നടപടി എടുക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് ഇവർ നമ്മളെ അവിടുന്ന് ആട്ടിപ്പായിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഈ ബോഡിയോട് നമ്മളൊരു അനാദരവ് കാണിക്കേണ്ടെന്ന് വിചാരിച്ചതിനെ കൊണ്ട് മാത്രം ആ ബോഡിയായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചു, മാക്സിമം ഞങ്ങൾ പോലീസുകാർ സംസാരിച്ചു. അപ്പോൾ പോലീസുകാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റുള്ള മാതിരിയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെയാണ് ഞങ്ങൾ അതിൻ്റെ പിന്നിലുള്ള വശങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത്. അദ്ദേഹം ആ പെൺകുട്ടി ഒരു ലീഗിൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. അരീക്കോട് വെള്ളേരി പഞ്ചായത്തിലൊരു ലീഗിൻ്റെ കാൻഡിഡേറ്റാണ്, മെമ്പറാണെന്നുള്ളതൊക്കെ ഞങ്ങൾ പിന്നീടാണ് ആ കാര്യങ്ങൾ അറിയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ദീപകിന്റെ മരണം നടന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പറയുന്ന സുഹൃത്തുക്കൾ ഷിംജിതയ്ക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ പോലീസിൽ പോയി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം പോലീസുകാരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്, ഞങ്ങൾ വീഡിയോ കണ്ടു, അതിൽ അയാൾ നല്ലോണം അവളെ തട്ടിയുരുമുന്നുണ്ടല്ലോ, അയാൾ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ അവള് വീഡിയോ എടുത്തത് എന്നുള്ള രീതിയിലായിരുന്നു പോലീസുകാരുടെ പ്രതികരണം. അല്ലേ, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഏത് പൊട്ടനും മനസ്സിലാക്കും അയാളുടെ ഭാഗത്ത് വലിയ തെറ്റൊന്നും ഇല്ല എന്നുള്ളത്. അവളായിട്ട് അങ്ങോട്ട് പോയി തട്ടി വീഡിയോ എടുത്താന്നുള്ളത് ഏത് പൊട്ടനത് കാണുമ്പോൾ മനസ്സിലാക്കും. പക്ഷെ പോലീസുകാരന് മാത്രം അത് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇനി മനസ്സിലാകാത്ത പോലെ നടിക്കുന്നതാണോ എന്ന് അറിയില്ല. മിക്കവാറും അത് തന്നെയായിരിക്കും. എന്തായാലും തുടക്കത്തിൽ ഷിംജിതയ്ക്കെതിരെ പോലീസ് കേസെടുക്കാൻ മടിച്ചെങ്കിൽ കൂടിയും പിന്നീട് ഈ കേസ് കേരളം മൊത്തം ചർച്ചയായതോടെ, ഭയങ്കര സെൻസേഷനായി മാറിയതോടെ ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയിൽ പിന്നീട് പോലീസിന് കേസെടുക്കേണ്ടി വന്നു കേട്ടു. പക്ഷെ അതിനിടയിൽ സംഭവിച്ച സംഭവ വികാസങ്ങൾ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കി. ഇവിടെ ദീപക് മരണപ്പെടുന്നു, നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ദീപകിന്റെ സുഹൃത്തുക്കൾ പരാതിയുമായി പോലീസുകാരെ സമീപിക്കുന്നു. പോലീസുകാർ കേസെടുക്കാൻ സമ്മതിക്കാതെ ദീപക് കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ സുഹൃത്തുക്കളെ പറഞ്ഞയക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞ് വീണ്ടും ദീപകിന്റെ മാതാപിതാക്കൾ പരാതിയുമായി വന്നപ്പോൾ പോലീസുകാർ പരാതി എടുക്കുന്നു. പക്ഷെ അതിനിടയിൽ എന്ത് സംഭവിച്ചു? ഷിംജിതയ്ക്ക് മുങ്ങാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടി. ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം മുങ്ങാനൊക്കെ 24 മണിക്കൂർ ധാരാളമാണ് അല്ലെ. ഇനി പ്രതിക്ക് മുങ്ങാനും വേണ്ട സംരക്ഷണം നൽകാനും വേണ്ടിയായിരുന്നോ പോലീസുകാർ തുടക്കത്തിൽ കേസെടുക്കാൻ വിസമ്മതിച്ചത്? അങ്ങനെയൊക്കെ നമുക്കിവിടെ സംശയിക്കേണ്ടി വരും അല്ലെ. എന്നാൽ ഇപ്പൊ നിലവിൽ ഷിംജിതയും ദീപക്കും യാത്ര ചെയ്ത ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടി കണ്ടുനോക്കാം. ആ വീഡിയോ ചിത്രീകരിച്ച ബസ് അതിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രാമന്തളി പയ്യന്നൂർ റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിൽ വെച്ചായിരുന്നു യുവതി ഈ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തത്. ഈ സമയത്താണ് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം തനിക്കുണ്ടായത് എന്ന് യുവതി പിന്നീട് ഇതിനൊരു വിശദീകരണം എന്ന നിലയിൽ പറഞ്ഞിരുന്നു. നമുക്കൊപ്പം ഈ ബസ്സിലെ ജീവനക്കാർ തന്നെ ചേരുന്നുണ്ട്. എന്താണെന്ന് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഈ ജീവനക്കാരോട് തന്നെ ചോദിക്കുകയും ചെയ്യാം. ഈ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്താ പേരെന്താ? എൻ്റെ പേര് രാമകൃഷ്ണൻ. ഈ സമയത്ത് നിങ്ങൾക്ക് അവരെ മുഖം ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും? ഇല്ല, എന്നാൽ ഒരുപാട് ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോരോ വ്യക്തിയും മുഖം അങ്ങനെ ഓർമ്മിച്ചത് നമ്മുടെ പണിയുടേതായതുകൊണ്ട് പെട്ടെന്ന് ഒരു 10 രൂപ പോയിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പണി തീർത്തിട്ട് നിൽക്കേണ്ട ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ വ്യക്തികളുടെ മുഖം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ആവില്ല. ഇതിപ്പോ ഈ ബസ്സാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാ? ഈ ഓണർ പറഞ്ഞിട്ടാണ് ബസ് ഇതെങ്ങനെയാണെന്ന് മനസ്സിലായത് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ മുതലാളി ചോദിച്ചാൽ നമ്മളെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുതലാളി പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്താൽ അയാൾക്ക്. പക്ഷേ അന്നേരം നമ്മളിതിൻ്റെ സീലിങ്ങും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ ബസ്സാന്നുള്ളത് മനസ്സിലായത്.
ഇത് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികളോട് നിങ്ങളോട് ഈ രീതിയിൽ എന്തെങ്കിലും പരാതി പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ്. നമ്മൾ അങ്ങനത്തെ പരാതികളോ നമ്മളൊന്നും പറയോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും. ഓക്കെ, ഇവിടെ ദീപക് ഷിംജിത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിലുമുള്ള പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ടക്ടർ പറയുന്നത് അല്ലേ. ഷിംജിത്ത് ഇതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്ത സമയത്ത് ഷിംജിത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നിലുള്ള കുട്ടിക്ക് ദീപകിന് പ്രവർത്തിക്കാൻ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തു. ആ ഡിസ്കംഫർട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചിത്രീകരിക്കാൻ തുനിഞ്ഞത് എന്നൊക്കെ. പക്ഷെ അങ്ങനെയുള്ള ഒരു സംഭവമേ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കണ്ടക്ടർ പറയുന്നത്. അവിടെ തന്നെ ഷിംജിതയുടെ കള്ളത്തരം പാതി പൊളിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ബാക്കി കേട്ടോക്കാം. സാധാരണ നിലയിൽ അങ്ങനെ ഒരു സ്ത്രീയൊക്കെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോലീസിനൊക്കെ അറിയിക്കും. സ്വാഭാവികമായിട്ട് എന്തായാലും ഒരു പോസ്റ്റ് എടുക്കാൻ വരുന്നത് നമ്മൾ പോലീസിനോട് അറിയിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരാളെയും നമുക്ക് ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഈ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? വ്യക്തമാണോ അതിൻ്റെ അകത്ത്? ഇതിൽ ഒന്നും കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുന്നുണ്ട്, അതുപോലെ പിന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുമ്പോൾ ഈ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും അധികം കിട്ടത്തില്ല, ഒരുപാട് ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ അത് മുതലാളി പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ് അത് കൊടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. എങ്ങനെയാണെന്നിട്ട് അറിയില്ല. CCTV പോലീസിനെ ചോദിച്ചപ്പോൾ ചോദിച്ചാൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഏകദേശം ഈ മുൻഭാഗത്തായിട്ടാണെന്ന് തോന്നുന്നു. ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ അവർ നിന്നിരുന്നു. അത് ഏകദേശം ഈ രണ്ടാമത്തെ മൂന്നാമത്തെ സീറ്റിൻ്റെ അടുത്ത് ആയിട്ടാണെന്ന് തോന്നുന്നു. ഇതിൽ ഈ പുറത്തെ പശ്ചാത്തലം ഏതാണെന്ന് വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെന്നുള്ള ഒരു ചിന്താഗതിയാണ്. ആളെ ഒരു 3-4 മിനിറ്റ് നിർത്തിയിടുമല്ലോ ആൾക്കാർ വന്ന് കയറാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റാണ് നിർത്തിയില്ല. പക്ഷേ ആ ഭാഗത്തിലാണോ എന്നുള്ളൊരു സംശയമുണ്ട്. നമുക്കത് കൃത്യമായിട്ട് കിട്ടുന്നില്ല എവിടെയാണെന്നുള്ളത്. ഇതിങ്ങനെ ഈ ഒരു സംഭവം അറിഞ്ഞിരുന്നു, ഈ യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ള പിന്നെയാണോ നിങ്ങൾ അറിയുന്നത്? അതിനുശേഷം അറിഞ്ഞത്. ചേട്ടൻ ഡ്രൈവറാണ്? ഡ്രൈവർ. പേരെങ്ങനെ? പ്രകാശൻ. ഇത് ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കും നിങ്ങളെ തൊട്ട് പുറകിലായിട്ട് വരും. അങ്ങനെ ആരും നമ്മളോട് ആ രീതിയിലുള്ള പരാതികളൊന്നും ആരും പറഞ്ഞു? ഒരു പരാതി നമ്മളെ ബസ്സിലുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും പരാതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പോലീസിനെ അറിയിക്കും. അത് പോലീസിനെ അറിയിക്കും. നമ്മൾ 8 പോസ്റ്റിന് എടുക്കാൻ ആളിറക്കിനി. അതിന് പോലീസ് ആടെ ഉണ്ടായിരുന്നു, ഹോംഗാർഡ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് പറയായിരുന്നു. നമ്മൾക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ താങ്കൾക്ക് യാത്ര ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ കണ്ടക്ടറും ഡ്രൈവറും ആവർത്തിച്ച് പറയുന്നത് അല്ലെ. അങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് കംപ്ലൈന്റ് ചെയ്തതിനെന്നും ഇവർ പറയുന്നുണ്ട്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ബസ്സിലുണ്ടായിരുന്ന CCTV ഫുട്ടേജ് ഇവർ പുറത്തു വിടുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഓക്കെ, ഇത് ഏറ്റവും ഫ്രണ്ടിലുള്ള വിഷ്വലാണ്. ഈ വിഷ്വല് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ, ബസ് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഒരു സൂചി കുത്താൻ പോലുള്ള സ്ഥലം ആ ബസ്സിലില്ല. അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ബസ്സിലേക്കാണ് ഷിംജിത വന്ന് കയറുന്നത്. പിന്നെ ഷിംജിതയും ദീപക്കും നിന്നത് കുറച്ച് നടുവിലേക്ക് ആയതുകൊണ്ടും CCTV ഫ്രണ്ടിലായതുകൊണ്ടും ഷിംജിത വീഡിയോ എടുക്കുന്ന സംഭവം CCTVയിൽ പതിഞ്ഞിട്ടില്ല. പക്ഷെ നിലവിലെ പുറത്തുവിട്ട CCTV ഫുട്ടേജ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബസ്സിൽ തിരക്ക് എത്രത്തോളം ആയിരുന്നു എന്നുള്ളത്. ഇത്രയും തിരക്കുള്ള ഒരു ബസ്സിൽ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാണെങ്കിൽ അയാളുടെ കയ്യും തലയൊക്കെ നമ്മുടെ ദേഹത്ത് തട്ടിയെന്ന് വരും. ഇതിനൊക്കെ ഇങ്ങനെ മോശമായ തരത്തിൽ വീഡിയോ ഒക്കെ എടുത്ത് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിനോടൊക്കെ പറയാ അല്ലേ. എന്തായാലും നിലവിൽ ആളിപ്പം മുങ്ങിയിട്ടുണ്ട്. ഇനി എപ്പം പൊങ്ങും, എപ്പം ആളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അറസ്റ്റ് ചെയ്താലായി, അത്രേ പറയാൻ പറ്റൂ. എന്തായാലും ഈ പറഞ്ഞ ഷിംജിത്ത് ദീപക് കേസ് സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറിയ സമയത്ത് ഈ പറഞ്ഞ ഷിംജിതയ്ക്ക് സപ്പോർട്ടുമായി കുറെ പെണ്ണുങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു ശ്രീലക്ഷ്മി അറക്കൽ. ദീപക് മരിച്ചതിൽ സന്തോഷം എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്തിട്ട ആളാണ് ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കൽ. അത്രയും ചിന്താഗതിയുള്ള ഒരു വ്യക്തി. നിരന്തരമായി എത്ര പോസ്റ്റുകളാണ് പുള്ളിക്കാരി ഷിംജിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഇട്ട് കൂട്ടിയത്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 2 വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായാലും അതിനെല്ലാം പിന്നോടായിട്ട് പുള്ളിക്കാരി ഇപ്പൊ ഭയങ്കരമായിട്ട് എയർലാണ് കേട്ടോ. ഈ എയർലായതിന് പിന്നാലെ പുള്ളിക്കാരി ഇപ്പൊ അടുത്തൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം. നമ്മളിടുന്ന പോസ്റ്റോ വീഡിയോ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്ത് നിനക്ക് തന്തയില്ലല്ലോ, നിനക്ക് എന്താ, നീ പെണ്ണാണോടി, നീ മറ്റേ തന്നെ മറ്റേ നമ്മൾ സൈബർ ബുള്ളി ചെയ്യുന്ന അത് ലൈക്ക് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരെ തന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നല്ല കാര്യം. അങ്ങനെ കൂട്ടുകാർ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന വീഡിയോകൾക്ക് അവർ ലൈക്കും കമന്റും ഒന്നും ചെയ്യില്ലായിരുന്നല്ലോ. അതാണ് പറയുന്നത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് പോലും നിങ്ങളോട് യോജിച്ച് പോകാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. അപ്പൊ നമ്മളെ ക്യാരക്ടർ അറിയാത്ത ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞോട്ടെ, പക്ഷെ നമ്മുടെ ക്യാരക്ടർ അറിയുന്ന ആൾക്കാർ ഇതിനകത്ത് പോയി ലൈക്കും കമന്റും ചെയ്യുമ്പോൾ അതൊരു അവസരമാണ്. ഇന്ന ആൾക്കാരെ എന്താണ് അവർ നമ്മളെ പറ്റി വിചാരിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ട് എന്റെ ഫ്രണ്ട് ലിസ്റ്റ്. വളരെ നല്ല കാര്യം. അങ്ങനെയുള്ള എല്ലാവരും ഫ്രണ്ട് ലിസ്റ്റിൽ നിന്നും അൺഫോളോ ചെയ്യണമെന്നുള്ളതാണ് എനിക്കിവിടെ ശ്രീലക്ഷ്മി ചേച്ചിയോട് പറയാനുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ വേണ്ട. എന്തിനാണ് വെറുതെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പുറത്ത് വന്ന് തോള് കയറ്റി നടക്കുകയും എന്നാൽ അപ്പുറത്ത് നമുക്കെതിരെ ആരെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ പോയി ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരുമാതിരി ഡബിൾ സ്റ്റാൻഡ് അല്ലേ കാണിക്കുന്നത്. അവരൊന്നും ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കരുത് ലക്ഷ്മി ചേച്ചി. നിങ്ങൾ എന്തുകൊണ്ടും ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് അവരെ വെട്ടിയത് നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ. ലാഭമില്ല. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. അപ്പൊ ഈ വീഡിയോ ഇടുന്നത് കുറെ ആൾക്കാരെ ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ അറിയാവുന്ന ആൾക്കാരെയാണ്. നമ്മളെ സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ പോയി
കമന്റ് ഇട്ടും ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നവര്. ഇനി ഇവര് അയ്യോ ചേച്ചി എന്തിനാ എന്നെ അൺഫോളോ ചെയ്തെന്ന് ചോദിച്ചു വരെ ഇതിന്റെ അടുത്ത് അത്രേ ഉള്ളൂ. കേട്ടല്ലോ, ഇനി ചേച്ചിന്റെ അടുത്ത് ആരും കരഞ്ഞു വരാൻ നിൽക്കരുത്. അയ്യോ എന്തിനാണ് ചേച്ചി എന്നെ അൺഫോളോ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ചേച്ചി ഇങ്ങനെ വീഡിയോ ചെയ്തത്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും സമാധാനമായി കാണും. എങ്ങനെയും ഇവളൊന്ന് ഒഴിവാക്കി കിട്ടണമെന്ന് അവര് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാകും. ഇപ്പൊ ഇവളായിട്ട് ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് അവരെ കട്ട് ചെയ്ത് സ്ഥിതിക്ക് അവർക്കും സമാധാനമായി കാണും. അല്ല, അവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ ശ്രീലക്ഷ്മിക്കെതിരെ വീഡിയോ ചെയ്യുന്നവരോടൊക്കെ കമന്റ് ബോക്സിൽ കൊണ്ട് ഇവർ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും രോഗി ഇച്ഛിച്ചതും ഒന്നും വൈദ്യം കൽപ്പിച്ചതൊന്നും എന്ന് പറഞ്ഞ പോലെ മാതിരിയായി പോയ അവസ്ഥ. ശ്രീലക്ഷ്മി ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. പിന്നെ ഒരാളുടെ ആത്മഹത്യ എന്ന് പറയുന്നത് വേറൊരാളെ സൈബർ ബുള്ളി ചെയ്യാനുള്ള ടൂൾ ആവരുത്. അങ്ങനൊന്നും പറയാൻ പറ്റൂല ചേച്ചി. അവിടെ ആത്മഹത്യ ചെയ്യപ്പെട്ട വ്യക്തി എന്ത് കാരണം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്? ചുമ്മാ അയാൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഒന്ന് ആത്മഹത്യ ചെയ്ത് കളയാം എങ്ങനെ ഇരിക്കുമെന്ന് കരുതി അയാൾ വെറുതെ ഒന്ന് ആഗ്രഹത്തിന് പുറത്ത് ആത്മഹത്യ ചെയ്തല്ലോ. ഒരു യുവതിയുടെ പ്രവൃത്തി കാരണം മാനസികമായി തളർന്നു അയാൾ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരാൾ മനംനൊന്ന് ആത്മഹത്യ ചെയ്യുമ്പോൾ ആ ആത്മഹത്യക്ക് കാരണക്കാരായിട്ടുള്ള വ്യക്തി ആരാണോ അവരെ സമൂഹം ക്രൂശിക്കും. അത് അവളായിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ. അല്ലാതെ ഒരു മരണം നടന്നു ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ ഒന്ന് ക്രൂശിക്കണല്ലോ എന്ന് വിചാരിച്ച് ആൾക്കാരെ ഇവിടെ തേടി പിടിച്ച് ക്രൂശിച്ചൊന്നല്ലോ. ഇവിടെ തേടി പിടിച്ച് സൈബർ അറ്റാക്ക് ചെയ്തൊന്നല്ലോ. ഇവിടെ ഇത് ചോദിച്ച് വാങ്ങിയ സൈബർ അറ്റാക്ക് ആണ്. ഇവിടെ എന്തുകൊണ്ട് അർഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ചുമ്മാ ഒരാളുടെ മരണം മറ്റൊരാളെ സൈബർ അറ്റാക്ക് ചെയ്യാനുള്ള ടൂളാക്കി മാറ്റില്ലെന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ വരില്ലേ ചേച്ചി. ഇത് അവൾ അർഹിച്ചത് തന്നെയാണ്. അവൾ ഇത് ചോദിച്ച് വാങ്ങിച്ചത് തന്നെയാണ്. ബാക്കി പറഞ്ഞാട്ടെന്തായാലും. ഇനി ആ പെൺകുട്ടിക്കെതിരെ ഇതുപോലെ സൈബർ ആക്രമണം നടക്കുമ്പോൾ ഇനി ഇതുപോലെ ഒരു പെണ്ണ് പ്രതികരിക്കാൻ വേണ്ടി മടിക്കും. ചിലരൊക്കെ അങ്ങനെ മടിക്കണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത്. ഇനി ആണുങ്ങൾക്കെതിരെ നമ്മുടെ നാട്ടിൽ ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ ഒരു പെണ്ണ് മടിക്കണം. അതിനു വേണ്ടിയും കൂടിയാണ് ഷിംജിതക്കെതിരെയുള്ള ആളുകളുടെ ഈ പ്രതികരണം. അങ്ങനെ കൂട്ടിക്കോളി. ഇവിടെ പ്രതികരിക്കുന്ന പെണ്ണുങ്ങൾ മാത്രമല്ലല്ലോ. ഇവിടെ ബസ്സിലും ട്രെയിനിലും മറ്റും ലൈംഗികാതിക്രമണം നേരിടുന്ന പെണ്ണുങ്ങൾ മാത്രമല്ലല്ലോ. അപ്പുറത്ത് കുറെ ഫേക്ക് അലിഗേഷൻ നേരിട്ട് ജീവിതം നശിച്ചുപോയ കുറെ ആണുങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഡൽഹി ഹൈക്കോടതി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 70% കേസുകളും ഫേക്ക് അലിഗേഷൻ കേസുകളാണ്. വ്യക്തി വൈരാഗ്യത്തിന് പുറത്ത് ഒരു പെണ്ണ് ആണിന്റെ എതിരെ കൊടുക്കുന്ന കേസുകളാണ് ഇപ്പൊ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 70% കേസുകളും. അതായത് ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ പല സ്ത്രീകളും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിവിടെ നിർത്തപ്പെടണം. അതിന് വേണ്ടിയും കൂടിയാണ് ഈ പ്രതിഷേധം എന്ന് കൂട്ടിക്കോ. പിന്നെ ശ്രീലക്ഷ്മി പറഞ്ഞ മാതിരി ജെനുവിൻ ആയിട്ടുള്ള ഒരു കേസ് വരുമ്പോൾ ഒരു പെൺകുട്ടി പ്രതികരിക്കാൻ മടിക്കുന്നൊന്നും ഒരിക്കലും പേടിക്കണ്ട. ഇവിടെ വീഡിയോ എടുത്ത് മാത്രമല്ല ഒരു പെൺകുട്ടി പ്രതികരിക്കേണ്ടത്. പല രീതിയിലും പ്രതികരിക്കാം. ഒരാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന് മാറി നിൽക്കാം. വേണ്ട നിയമസഹായങ്ങൾ തേടാം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അല്ലാതെ ഒരാളെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേക്കും നേരെ ക്യാമറ ഓൺ ആക്കല്ലേ വേണ്ടത്. ഇത്രയും കാലം അങ്ങനെ പലരും ചെയ്തു. ഇനി അങ്ങനെ ചെയ്യുന്നവർക്ക് അതൊരു പാഠമാകട്ടെ. ഇനി ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ജനം പ്രതികരിക്കട്ടെ. പിന്നെ ബാക്കി പറഞ്ഞിട്ട് എന്തായാലും നാളെ ഇത് നമുക്ക് വേണ്ടിയല്ല പറയുന്നത്, നമ്മളെല്ലാവർക്കും വേണ്ടി പറയുന്നത്. നാളെ എല്ലാവരും യാത്ര ചെയ്യാനുള്ള ഒരു ബസ്സിൽ ഇപ്പൊ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് എന്താ ചെയ്തിരിക്കുന്നത്? ഇവൾക്ക് തന്തയില്ല, ഇവള് വെടിയാണ്, ഇവള് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വീഡിയോ ചെയ്ത് ഇതുപോലെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പൊ അത് സൈബർ ബുള്ളിങ് അല്ലേ? അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി ഓരോ തെമ്മാടിത്തരങ്ങൾ ഫേസ്ബുക്കിൽ എഴുതി പിടിപ്പിക്കുന്നു. ഞങ്ങളെ പോലുള്ള ആളുകൾ അത് പബ്ലിക്കിന് മുന്നിൽ എക്സ്പോസ് ചെയ്യുന്നു. അത്രേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അത് കാരണം ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് ചേച്ചിയുടെ തന്തക്കും തള്ളക്കും വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ കമന്റ് ബോക്സ് ഒന്ന് ഓഫാക്കി വെക്കാൻ പറ്റൂലല്ലോ. ചേച്ചി ഇങ്ങനെ ഓരോ തോന്നിയാസങ്ങൾ ഫേസ്ബുക്കിൽ എഴുതി പിടിപ്പിക്കുന്നത് കൊണ്ടല്ലേ ചേച്ചിക്ക് തന്തക്കും തള്ളക്കും വിളി കേൾക്കേണ്ടി വരുന്നത്. ഇതൊക്കെ നമ്മളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചേച്ചി പോസ്റ്റ് ഇട്ട സമയത്ത് അതിന്റെ കമന്റ് ബോക്സിലും ആളുകൾ നല്ലോണം തന്തക്കും തള്ളക്കും വിളിക്കുന്നുണ്ട്. അത് എടുക്കുന്ന ചേച്ചി ഇട്ട പോസ്റ്റിനെ കമന്റ് ബോക്സിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മളെ പോലുള്ള ആളുകൾ ചേച്ചിനെ തന്തക്കും തള്ളക്കും വിളിപ്പിച്ചെന്ന് പറയല്ലേ ചേച്ചി. എല്ലാം കൂടി നമ്മളെ തലക്കിടല്ലേ. ഇത് ചേച്ചിയായിട്ട് തന്നെ വരുത്തി വെച്ചതാണ്. ചേച്ചിയായിട്ട് തന്നെ ചോദിച്ച് വാങ്ങിച്ചതാണ്. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. അപ്പൊ അത് സൈബർ ബുള്ളിങ് അല്ലേ? നിങ്ങൾ അവർ തമ്മിൽ എന്താ വ്യത്യാസം? പിന്നെ ഇങ്ങനെയുള്ള ഒരു അവസരമൊക്കെ ആരാണ് നമ്മളുടെ റിയൽ ഫ്രണ്ട്സ്, ആരാണ് നമ്മളെ റിയൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, ആരാണ് സൈബർ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നവരുടെ കൂടെ ചേരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ്. നമ്മളെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ വരെ നമ്മളെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ലൈക്ക് അടിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനെ വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് വെടി എന്ന് പറയുന്നു? ഞാൻ എവിടെയെങ്കിലും പൈസ മേടിച്ചിട്ട് സെക്സ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് തന്നെ എനിക്ക് ഇങ്ങനെയൊന്നും പോവാതെ എനിക്ക് മാന്യമായിട്ട് പഠിപ്പിച്ച് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് പരിപാടിക്ക് പോയ പോരെ. ശരി, ആരാണ് നമ്മുടെ ശ്രീലക്ഷ്മി ചേച്ചിനെ വെടിയെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത്? ആ ബിരുദം അങ്ങോട്ട് കൊണ്ടുപോകാം. ഈ കാര്യത്തിൽ നമ്മൾ ശ്രീലക്ഷ്മി ചേച്ചിനൊപ്പാണ് കേട്ടോ. ശ്രീലക്ഷ്മി ചേച്ചിനെ വെടിയെന്നൊന്നും വിളിക്കാൻ പാടില്ല. ശ്രീലക്ഷ്മി ചേച്ചി ചെയ്ത പ്രവൃത്തി വെച്ച് ശ്രീലക്ഷ്മി ചേച്ചിനെ വേറെ പേരാണ് വിളിക്കേണ്ടത്. അത് ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നില്ല. പക്ഷെ വെടിയെന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ വിളിച്ചത് വളരെ മോശമായി പോയി. സാരല്ലേ ചേച്ചി, നമുക്ക് അടുത്ത തവണ നോക്കാം. ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. പിന്നെ വൈബ്രേറ്റർ സെക്സിനെ പറ്റിയൊക്കെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഫീമെയിൽ ബോഡിയുടെ ഓട്ടോണമിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെപ്പറ്റി പറയുന്നതുകൊണ്ട് സ്ത്രീയുടെ സെക്ഷുവാലിറ്റിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ഒരാൾ വെടിയാകുന്നില്ല. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ ചേച്ചി? ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ 4 ക്ലാസ് എടുക്കാറുണ്ട്. ഇനിയിപ്പോ അത് കാരണമായിട്ടാണ് ചേച്ചിനെ എല്ലാവരും വെടിയെന്ന് വിളിക്കുന്നത് ചേച്ചിക്ക് ഒരു സംശയം. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്തതാണ് ചേച്ചി. കൊള്ളാം, അതൊക്കെ നല്ല കാര്യമാണ് ചേച്ചി. ഈ സെക്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചേച്ചി പബ്ലിക്കിൽ ഷെയർ ചെയ്യുക തന്നെ വേണം. പക്ഷെ അതിനിടയ്ക്ക് ഈ നാവ് നടുക്കി വെക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഈ എക്സ്ട്രീം ആൺവിരോധം ഈ പബ്ലിക്കിന് മുന്നിൽ വെളുമ്പുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ പല പേരുകളും പബ്ലിക്
ചാർത്തി തരും, അതൊക്കെ കേൾക്കേണ്ടി വരും. അതൊന്നും നേരിടാൻ പ്രാപ്തി ഇല്ലെങ്കിൽ ഈ എക്സ്ട്രീം ഫെമിനിസം അങ്ങ് നിർത്തിയേക്ക്. അതാകുമ്പോൾ വലിയ പ്രശ്നം വരത്തില്ല. ഞാനൊരു സജഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പറഞ്ഞൊന്നും കേൾക്കാൻ പോണില്ലെന്ന് അറിയാം, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ബാക്കി പറഞ്ഞാട്ടെന്തായാലും അറിവ് എന്ന് പറയുന്നത് സൈബർ ബുള്ളിങ് വരുമെന്ന് പേടിച്ച ഒരാൾ ആത്മഹത്യ ചെയ്ത് കാരണം വേറെ പെൺകുട്ടിനെ സൈബർ ബുള്ളി ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു. അതിനെതിരെ ഞാൻ പറയുന്നു ആ പെണ്ണിനെ സൈബർ ബുള്ളി ചെയ്യരുത്, ആ പെണ്ണ് ആത്മഹത്യ ചെയ്യാൻ എന്ത് സംഭവിക്കുന്നു? അപ്പൊ നിങ്ങളെല്ലാം കൂടി എന്നെ സൈബർ ബുള്ളി ചെയ്യുന്നു. എന്താണ് എല്ലാവരും ഇങ്ങനെയല്ലേ ശ്രീലക്ഷ്മി ചേച്ചി? ഒരാൾ സൈബർ ബുള്ളിങ് ചെയ്യരുതെന്ന് പറയുമ്പോൾ ആ പറയുന്ന വ്യക്തിനെ എല്ലാവരും കൂടി സൈബർ ബുള്ളിങ് ചെയ്യുക എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിക്ക്. പാവണ്ട് നമ്മുടെ ശ്രീലക്ഷ്മി ചേച്ചി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ദീപക് മരണപ്പെട്ടു, ഇവിടെ സമൂഹം മുഴുവനും തെറ്റുകാരായിട്ടുള്ള സിംജിതയെ ക്രൂശിച്ചു. അങ്ങനെ ക്രൂശിക്കുന്ന സമയത്ത് ആദ്യമായി സിംജിതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി മുൻപന്തിയിലേക്ക് വന്ന ആളാണ് ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കൽ. ഇങ്ങനെയൊക്കെയുള്ള ഊളത്തരം ഒരാൾ കാണിക്കുന്ന സമയത്ത് ആ വ്യക്തിനെ സൈബർ ബുള്ളിങ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും അവരെ സൈബർ ബുള്ളിങ് ചെയ്യാൻ പാടില്ല. അവരുടെ അക്കൗണ്ട് അങ്ങ് അടിച്ചു കളയണം. ഇനി മേലാൽ ഇമാതിരി കുറ്റവാളികളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടാനും വീഡിയോ ചെയ്യാനും ഒന്നും ഇവളുമാരുടെ നാവും കൈയും പൊങ്ങരുത്. ആ ലെവലിൽ അങ്ങോട്ട് അക്കൗണ്ട് അടിച്ചു കളഞ്ഞേക്കണം. അല്ലാണ്ട് ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്ത് നടക്കാന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമാണ് കേട്ടോ. സാരില്ല ശ്രീലക്ഷ്മി ചേച്ചി, ഒക്കെ ശരിയായിക്കോളും. ബാക്കി പറഞ്ഞാട്ടെന്തായാലും ചെയ്യുന്നു. ഇതെന്താണ് ഇവിടെ വ്യത്യാസമുള്ളത്? പിന്നെ കാലാകാലങ്ങളായിട്ട് ഇവിടെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പെൺകുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ട്യൂഷൻ ക്ലാസ്സിലും ഒക്കെ പോകുന്ന പെൺപിള്ളേർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനം, ഈ ബസ്സുകളിൽ നടക്കുന്ന പീഡനം, അതെങ്ങനെയാണ് കണ്ടില്ലെന്ന് അടിക്കാൻ വേണ്ടി പറ്റുന്നത്? അതെ അതെ അതെ, അത് സത്യമാണ്. അതൊരിക്കലും നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. ഒരു കാലത്ത് അത് നമ്മൾ കാണുകയും ചെയ്തതാണ്, അതിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്തതാണ്. ഞാനിപ്പോ 2-3 തവണ ഒരേ കാര്യം പറയുന്നത്. നാളിതുവരെയും നമ്മൾ എല്ലാ വിഷയത്തിലും സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ സിംജിതയെ പോലുള്ള അബ്സാക്കെ രജിയെ പോലുള്ള ആളുകൾ രംഗത്ത് വരുന്നത് വരെ. പക്ഷെ ഇനി അങ്ങോട്ട് സോറി ചേച്ചി, ഒരു പെണ്ണ് എന്ന് വന്ന് പബ്ലിക്കിൽ വന്ന് പറയുമ്പോഴേക്കും കണ്ണടിച്ച് വിശ്വസിക്കുന്ന രീതി അങ്ങ് നിർത്തി. ഇവിടെ കാര്യങ്ങളോടായി സ്ത്രീകൾ മാത്രമല്ലല്ലോ, പുരുഷന്മാരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാത്തിന്റെയും ഒരു വശം മാത്രം തൂക്കി പിടിക്കാതെ ചേച്ചി, എല്ലാത്തിനും ഒരു മറുവശം കൂടി ഉണ്ടല്ലോ. ഇവിടെ ട്യൂഷനിലും പബ്ലിക് ട്രാൻസ്പോർട്ടിലും സ്ത്രീകൾ അനുഭവിക്കപ്പെടുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അഡ്രസ് ചെയ്യപ്പെടുക തന്നെ വേണം, ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ കൂട്ടത്തിൽ ഈ ഫേക്ക് കേസുകൾ നേരിടേണ്ടി വരുന്ന പുരുഷന്മാരുടെ ബുദ്ധിമുട്ടുകളും സമൂഹത്തിൽ അഡ്രസ് ചെയ്യപ്പെടട്ടെ. അതിനു വേണ്ടിയുള്ളതാവട്ടെ ഈ ദീപകിന്റെ ആത്മഹത്യ. ചില മരണങ്ങളും ചില സംഭവ വികാസങ്ങളും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെന്നാ ഇതിനെ കണ്ടാൽ മതി. എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. ഈ നിങ്ങളുടെ വീട്ടിലും ഈ സ്ത്രീകളൊക്കെ ഇല്ലേ? അപ്പൊ അവർക്ക് ഈ നിങ്ങൾ വളർന്നു വരുന്ന പിള്ളേരൊക്കെ ബസ്സിൽ ട്രാവൽ ചെയ്യേണ്ട ആൾക്കാരല്ലേ? ഇതിനു മുമ്പ് പീഡിപ്പിക്കപ്പെട്ട ആൾക്കാർ ബസ്സിൽ വെച്ചിട്ട് മസ്താനി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാക്ക് പാക്കർ ആരും ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി അതൊക്കെ റിയൽ ആയിട്ടുള്ള അസോൾട്ട് ആണ്, നമുക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിന്റെ അടിയിൽ എന്തൊക്കെ കമന്റ് ആണ് വരുന്നത്? എന്നോട് ഇന്നലെ അരുണിമ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഞാൻ വീഡിയോ ഇടത്തില്ലെന്ന്. അരുണിമയുടെ കാര്യമൊക്കെ അവിടെ നിർത്ത്. അവളെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. പണ്ടൊക്കെ അരുണിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം മറ്റൊന്നുമല്ല, ഒറ്റയ്ക്ക് ഒരു പെണ്ണായിരിക്കെ തന്നെ ധൈര്യമായി സോളോ ട്രിപ്പ് അടിക്കുന്ന ഒരു പെണ്ണാണ് ഈ പറയുന്ന അരുണിമ എന്ന് പറയുന്നത്. എനിക്കൊരു കാലത്ത് അത് കാരണം അവരോട് മാസീവ് റെസ്പെക്ട് ആയിരുന്നു. അവർ ചെയ്ത പല വീഡിയോകളും ഞാൻ പ്രശംസിച്ചുകൊണ്ട് എത്രയോ കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നേരിടാണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അവൾ അഡ്രസ് ചെയ്തുകൊണ്ട് വീഡിയോകൾ ചെയ്തപ്പോഴും അതിനൊക്കെ ഞാൻ ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് പോകെ എന്താണ് സംഭവിച്ചത്? ഇവൾ എവിടെ പോയാലും ഇവൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാവാം. കണ്ണി കണ്ട എല്ലാ സ്ഥലത്തും ഇവളെ ആളുകൾ അങ്ങ് പീഡിപ്പിക്കാൻ നോക്കാം. ഇതെന്നായി കണ്ടന്റ്. ഇവൾ എവിടെ പോയാലും ഇതിനെ കുറിച്ച് തന്നെ ഇവൾക്ക് പറയാനുള്ളൂ. പിന്നെ വന്ന് ഇവൾക്ക് മോശം അനുഭവം ഇല്ലാത്തൊരു സ്ഥലം ഈ ഭൂമിയിലേ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കായി കാര്യങ്ങൾ. അങ്ങനെ വന്നപ്പോഴാണ് ഇവൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് നമ്മൾ പോലും വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് അത് വിട് ശ്രീലക്ഷ്മി. പിന്നെ ഇവിടെ ബാക്ക് പാക്കർ അരുണിമയും മസ്താനെയും ഒരേ കാര്യം കൂട്ടിക്കെട്ടാൻ നോക്കണ്ട. രണ്ട് സാധനമാണ്. മസ്താനിക്ക് ഉണ്ടായ അനുഭവം വേറെ, ബാക്ക് പാക്കർ അരുണിമയ്ക്ക് ഉണ്ടായ അനുഭവം വേറെ. രണ്ടും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്. ലോകത്ത് എങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ബാക്ക് പാക്കർ അരുണിമയും ഒരു മോശം അനുഭവം ഉണ്ടായ സമയത്ത് അതിനെതിരെ സ്പോട്ടിൽ പ്രതികരിച്ച് സമൂഹത്തിന് മാതൃകയായിട്ടുള്ള മസ്താനി തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത്. ഇതാണ് ശ്രീലക്ഷ്മി ചേച്ചിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്ത് പ്രശ്നം വരുമ്പോഴേക്കും എല്ലാം ഒരു ചരടിൽ അങ്ങ് കൂട്ടിക്കെട്ടാൻ നോക്കും. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണെന്ന് അങ്ങ് സമർത്ഥിക്കാൻ നോക്കും. ഇതാണ് പ്രശ്നം. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. കാരണം എന്താ, അപ്പം അത്രയും ലോകത്തിന് എക്സ്പോഷർ ഉള്ള ഒരാളാണ് അരുണിമ എന്ന് പറയുന്നത്. അവൾ വരെ പറയുവാണ് ഞാൻ ഇനി വീഡിയോ ഇടത്തില്ലെന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സ്ത്രീകളെ സൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യം നിങ്ങളെപ്പോലുള്ള പല സ്ത്രീകളും വാ തുറന്ന് പല പുരുഷന്മാരുടെയും ജീവിതം നശിപ്പിച്ചില്ലേ? എല്ലാ സ്ത്രീകളെയും കുറിച്ചല്ല ഞാൻ ഞാൻ പറയുന്നത്. ഞാൻ സ്ത്രീകളെ മാസീവായി റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്കുമുണ്ട് അമ്മയും പെങ്ങളും ഭാര്യയും ഒക്കെ. പക്ഷെ ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ചില സ്ത്രീകൾ വ്യക്തി വൈരാഗ്യത്തിന് പുറത്ത് പോയ പല പുരുഷന്മാരുടെയും ജീവിതം നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സൈലൻസ് ചെയ്യേണ്ടത് ഇപ്പൊ വന്ന് സമൂഹത്തിന് ഒരു ആവശ്യമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്കെതിരെ പ്രതികരിക്കുന്നത്. ഒന്നും തോന്നരുത് ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. നാളെ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഈ സെയിം ഒരു അനുഭവം വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ചേച്ചിയുടെ ആ കെയറിങ്ങിന് നന്ദി. നാളെ ഞങ്ങളുടെ വീട്ടിലും ദീപകിനെ പോലുള്ള ഒരു പുരുഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളും പ്രതികരിക്കുന്നത്. ആ ഒരു ആംഗിളിലെ കാര്യത്തിന് നോക്കി കണ്ടാൽ ചേച്ചിന്റെ കഴപ്പങ്ങ് മാറിക്കിട്ടും. ബാക്കി പറഞ്ഞാട്ടെ. അപ്പൊ എനിക്കെതിരെ ഇപ്പം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്
അവർക്കും ഒരു ഏരിയയെ കിട്ടിയ ഒരു സന്തോഷമാണ്, ഒരു ആളെ കിട്ടിയ ഒരു സന്തോഷമാണ്. അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി, അവരുടെ തെറിവിളി കേൾക്കാൻ വേണ്ടി, പബ്ലിക്കിനായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ശരി, ഇവിടെ ചുമ്മാ ഒരാളും ബ്രാൻഡായിട്ട് ഒരു എരനെ തെരഞ്ഞെടുത്തൊന്നല്ലോ, നിങ്ങളായിട്ട് സ്വയം എരയായി തന്നതല്ലേ. നിങ്ങൾ അതിനുതകുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടിയിട്ടല്ലേ. അപ്പൊ പിന്നെ നിങ്ങളെ 4 ആളെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അർഹിക്കുന്നുണ്ട്. അതിന് ചുമ്മാ അങ്ങനെ കരിഞ്ഞു കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇനിയും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇമാതിരി തോന്നിയ ദിവസം പറയാനും എഴുതി വിടാനും നിന്ന് കഴിഞ്ഞാണെങ്കിൽ ഇനിയും നിങ്ങൾക്കെതിരെ ആളുകൾ പ്രതികരിക്കും. അന്നേരം നിങ്ങൾക്ക് ഒരു എരനെ കിട്ടിയല്ലേ എന്നും പറഞ്ഞ് കരിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കയ്യിലിരിപ്പ് നന്നായിട്ടില്ലെങ്കിൽ ആൾക്കാർ നല്ലോണം തെറി പറയും. അതിന് ആൾക്കാരെ വാടിപ്പിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അങ്ങനെ തെറി കേൾക്കേണ്ടെന്നുണ്ടെങ്കിൽ വായ തോന്നിയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വളമാണ്ടിരുന്നാൽ മാത്രം മതി. അപ്പൊ അതിനുള്ള മറുപടി ചേച്ചിക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കി പറഞ്ഞാട്ടെന്തായാലും ഓക്കെ, അതും ഇന്നും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ഇയാളുടെ മരണം നടന്ന ഉടനെ തന്നെ എല്ലാവരും കൂടെ അതങ്ങ് വിധി എഴുതി നിരപരാധിയായ ഒരുത്തനെ കൊന്നു. നിരപരാധിയാണെന്ന് അയാൾ പറയാൻ വേണ്ടി സോഷ്യൽ മീഡിയ ആണോ വിധിക്കുന്നത്? ആ പെൺകുട്ടി കംപ്ലൈന്റ് ചെയ്തില്ല, അതൊക്കെ ശരി തന്നെയാണ്, അതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷേ നിരപരാധിയാണെന്ന് വിധിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയക്ക് എന്താ അധികാരമുള്ളൂ? അതൊക്കെ ശരി തന്നെയാണ്. അയാൾ നിരപരാധിയാണെന്ന് വിധിക്കാൻ സോഷ്യൽ മീഡിയക്ക് ഒരു അധികാരവുമില്ല. പക്ഷെ അയാളൊരു അപരാധിയാണ്, അയാളൊരു തെറ്റുകാരനാണ്, അയാളൊരു ഞരമ്പ് രോഗിയാണെന്ന് വിധിക്കാൻ ഈ പറഞ്ഞ ഷിംജിതയ്ക്ക് എന്താ അധികാരമാണുള്ളത്? അവൾ അതും പറഞ്ഞുകൊണ്ടാണല്ലോ ദീപകിനെതിരെയുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. അതിനുള്ള മറുപടി എന്താ ശ്രീലക്ഷ്മി അറക്കൽ പറയാത്തത്? ഇവിടെ ഒരാളെ യാതൊരു തെളിവുമില്ലാതെ ഒരു പെണ്ണ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ക്രൂശിക്കുമ്പോൾ അതിനൊരു പ്രശ്നമില്ല ശ്രീലക്ഷ്മിക്ക്. അതിനെതിരെ ആളുകൾ പ്രതികരിക്കുമ്പോഴാണ് ശ്രീലക്ഷ്മിക്ക് ആളിളകുന്നത്. എന്തൊരു മികച്ച സ്ത്രീപക്ഷപാതമാണെന്ന് നോക്കിയേ. ഒരു സ്ത്രീ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അവൾ ഒരു തരത്തിലും എതിർക്കാൻ പാടില്ല. നേരെ മറിച്ച് അവൾക്കെതിരെ പ്രതികരിക്കുന്നവരോട് വാടിപ്പിക്കണം. വല്ലാത്തൊരു തരം സ്ത്രീപക്ഷപാതം അല്ലേ? എന്തായാലും കൊള്ളാം. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും അധികാരമുള്ളേ. അത് അയാൾ ചെയ്തോ ചെയ്തില്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. 50-50 ചാൻസ് ആണ് ചെയ്തോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ ഒരു സെക്ഷൽ അസോൾട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കോടതിയിൽ വരെ ആ സ്ത്രീയുടെ മൊഴി മാത്രം മതി. അതാണ് പ്രശ്നം. ഈ തൊലിഞ്ഞ നിയമം ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിവാക്കണം. ഒരു പെണ്ണ് ചുമ്മാ വന്ന് ഒരാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും ആ വ്യക്തിക്കെതിരെ കേസെടുക്കുന്ന പരിപാടി ഇവിടെ അവസാനിപ്പിച്ചോളണം. അങ്ങനെ ഒരു നിയമം കാരണം ഇവിടെ എത്ര ആളുകളുടെ ജീവനാണ് പൊലിഞ്ഞു പോയത്. ഇപ്പൊ ഇന്നലെ ഞാനൊരു ന്യൂസ് കേട്ടു. ഒരു പാവം അച്ഛൻ സ്വന്തം മകൾക്ക് കാമുകനെ കിട്ടാൻ വേണ്ടി അച്ഛൻ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അത് കാരണം ആ അച്ഛൻ ഒരു വർഷത്തിനടുത്ത് ജയിലിൽ കിടക്കേണ്ടി വന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? ആ അച്ഛൻ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞു. അവൾ കാമുകനെ കിട്ടാൻ വേണ്ടി ചുമ്മാ വന്ന് പറഞ്ഞതാണെന്ന് തെളിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും നഷ്ടപ്പെട്ടത് ആ അച്ഛന്റെ ഒരു വർഷമാണ്. ഇങ്ങനെ എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്താണ് കാരണം? ഈ തൊലിഞ്ഞ നിയമം കാരണം. ഒരു പെണ്ണ് വന്ന് ഒരാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും അയാളെ പിടിച്ച് അകത്തിടുന്ന ഈ തൊലിഞ്ഞ നിയമം കാരണം. ഇതൊക്കെ ഉണ്ടല്ലോ ശരിക്കും മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ബാക്കി പറഞ്ഞാട്ടെ. നമ്മൾ നോട്ടം കൊണ്ട് വരെ സ്ത്രീകൾ അനുഭവിക്കുന്ന കാലമാണിത്. അതായത് ഞാൻ ട്രെയിനിൽ പോയപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ അവന്മാർ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കും, ഇങ്ങനെ സ്കാൻ ചെയ്യും. നമ്മൾ എത്ര കംഫർട്ടബിൾ അല്ലാതായി മാറുമെന്നറിയാവോ? അങ്ങനെ നോട്ടം കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ നിന്ന് മാറാം. പിന്നെ ഒരാൾ അങ്ങ് നോക്കുമ്പോഴേക്കും എന്ത് ബുദ്ധിമുട്ടാണ് ചേച്ചിക്ക് ഉണ്ടാവുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ ഒരു പബ്ലിക് സ്പേസിലേക്ക് ഒരുങ്ങി പോകുന്നത് എന്തിനാണ്? ഒരാളെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ കൂടുതൽ അട്രാക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അത് കാരണം ഒരാൾ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അയാൾ നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണെന്ന് അങ്ങ് ചിന്തിച്ചാൽ പോരെ? അതിന് വേണ്ടിയും കൂടിയല്ലേ നിങ്ങൾ ഈ പബ്ലിക്കിലേക്ക് അണിഞ്ഞൊരുങ്ങി പോകുന്നത്? ഇത് നിങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങി പോവുകയും വേണം, എന്നാൽ ആരും എന്നെ നോക്കാനും പാടില്ല. അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ബുർക്കിട്ട് നടന്നോളി. അതാകുമ്പോൾ കണ്ണ് മാത്രമല്ല പുറത്ത് കാണത്തുള്ളൂ, മറ്റൊരാൾ നിങ്ങൾ നോക്കുന്നുണ്ടെന്നുള്ള പേടിയും മാറി കിട്ടും. പിന്നെ സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് നോക്കി ആനന്ദം കണ്ടെത്തുന്ന ചില ഞരമ്പ് രോഗികളുണ്ട് കേട്ടോ. ഞാൻ അവരെ കുറിച്ചല്ല പറഞ്ഞത്. അതൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. അവർക്ക് വേണ്ട ചുട്ട സാധനം കൊടുക്കുന്ന വേണം. അല്ലാതെ ഒരാൾ അങ്ങ് നോക്കുമ്പോഴേക്കും ഡിസ്കംഫർട്ട് ആകാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ല. ആ വ്യക്തി നിങ്ങൾ ഇവിടെ നോക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ, നിങ്ങളെ കയറി പിടിക്കുകയോ നിങ്ങളടുത്ത് തൊട്ടുരുമി നിൽക്കാനൊന്നും വരുന്നില്ലല്ലോ. അങ്ങനെ വരുന്ന പക്ഷേ നിങ്ങൾക്ക് 2 എണ്ണം പൊട്ടിക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമ നടപടി സ്വീകരിക്കാം. അല്ലാതെ ഒരാൾ നോക്കുമ്പോഴേക്കും അയാൾ അങ്ങ് മോശക്കാരായിട്ട് ചിത്രീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ? ഈ ഫെമിനിസം ഒക്കെ ഒരു പരിധി വരെ നല്ലതാണ്. ഞാനും ഫെമിനിസത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ ഈ തലേ കയറി മൂർധാവിലെത്തി നിൽക്കുന്ന ഈ ഫെമിനിസം ഉണ്ടല്ലോ, ഈ എക്സ്ട്രീം ഫെമിനിസം, അത് അത്ര നല്ലതല്ല. ആണുങ്ങളുടെ മെക്കെട്ട് കയറാനും ആണുങ്ങളുടെ സമൂഹത്തിന് മോശക്കാരനായി ചിത്രീകരിക്കാനും വേണ്ടിയുള്ളതാവരുത് നിങ്ങളുടെ ഫെമിനിസം. ഈ ശ്രീലക്ഷ്മിയെ പോലുള്ള ആളുകൾ വന്നിപ്പോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ആണുങ്ങൾ 4 കുറ്റം പറയണം, അവരെ മോശക്കാരനായി ചിത്രീകരിക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഇവർ തയ്യാറാണ്. എന്ത് തോന്നിയ മാസം പറയാൻ ഇവർ തയ്യാറാണ്. ഏത് മരണപ്പെട്ട പാവപ്പെട്ടവനെയും കുറ്റം പറയാൻ ഇവർ തയ്യാറാണ്. എന്ത് പറയാനാണ് അല്ലേ? ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. അപ്പൊ നോട്ടം കൊണ്ട് വരാം. അപ്പം നമ്മൾ അത് വീഡിയോ എടുക്കുമ്പോൾ അവന്റെ നോട്ടം അതിനെ ഏതെങ്കിലും ഒരു പരിശോധിച്ച് ചെയ്യാൻ പറ്റുമോ? പരിശോധിക്കണം. ഒരാൾ നിങ്ങളെ നോക്കുമ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്? അതാണ് എന്റെ ചോദ്യം. അയാൾ എന്ത് ഇന്റൻഷൻ വെച്ചാണ് നിങ്ങളെ നോക്കിയതെന്ന് നിങ്ങൾക്ക് അറിയോ? ഒരാണ് പെണ്ണിനെ നോക്കുന്നതിൽ പല ഇന്റൻഷനും ഉണ്ടാക്കാം. ചിലപ്പോൾ സൗന്ദര്യം കൊണ്ട് നോക്കാം, ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു അട്രാക്ഷനെ പുറത്ത് നോക്കാം, ഒരു ഇഷ്ടം കൊണ്ട് നോക്കാം, ഇനി അതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാതെ നോക്കി പോകാം. ഇനി അതൊന്നുമല്ലാതെ ഞരമ്പ് രോഗം കാരണം പ്രൈവറ്റ് പാർട്ടിലേക്ക് നോക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരില്ല എന്ന് പറയുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ആണിന്റെ നോട്ടം പലതരത്തിലും ആകാം. അതിൽ അവസാനം പറഞ്ഞ നോട്ടം ഞരമ്പ് രോഗം കാരണം വരുന്ന നോട്ടം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാണെങ്കിൽ ബാക്കിയുള്ള നോട്ടങ്ങളൊന്നും പ്രശ്നമുള്ള നോട്ടങ്ങളൊന്നും അല്ല. അതിനെ ആ രീതിയിൽ അങ്ങ് ചിന്തിച്ച് വിടാവുന്നതേ ഉള്ളൂ.
പിന്നെ ഒരു ആൺ എന്ത് ഇന്റൻഷൻ വെച്ചാണ് പെണ്ണിനെ നോക്കുന്നത് അപ്പുറത്തുള്ള ഒരാൾക്കും അനുമാനിക്കാൻ പറ്റത്തില്ല, ആ വ്യക്തി തുറന്നു പറഞ്ഞാലല്ലാതെ. അപ്പൊ ഒരാൾ അങ്ങ് നോക്കുമ്പോഴേക്കും അങ്ങ് വീഡിയോ എടുക്കാൻ നിൽക്കണം എന്തിനാണ്? അതിന്റെ ഇന്റൻഷൻ മനസ്സിലാക്കി വേണ്ട വീഡിയോ എടുക്കാൻ. എന്തായാലും ഇനി ഇതിവിടെ പറ്റത്തില്ല. ഒരാണ് നോക്കുമ്പോഴേക്കും, ഒരാണ് അടുത്ത് വന്ന് നിൽക്കുമ്പോഴേക്കും ഈ വീഡിയോ എടുത്ത് അവനെ നാറ്റിക്കുന്ന പരിപാടി ഇനി ഇവിടെ അവസാനിക്കണം. അതിനുള്ള തുടക്കമാകട്ടെ ഈ പ്രതിഷേധമെല്ലാം. ബാക്കി പറഞ്ഞാട്ടെന്തായാലും സെക്ഷൽ അസോൾട്ട് നടക്കുന്ന സമയത്ത് സ്ത്രീയുടെ ഒറ്റ ഒരു വാക്ക് മാത്രം മതി സെക്ഷൽ അസോൾട്ട് നടന്നു എന്നുള്ള ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും എനിക്കിത് റിയാക്ട് ചെയ്ത വീഡിയോ, ഇയാളുടെ മരണം അറിഞ്ഞപ്പോൾ ഞാൻ നന്നായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഗ്ലാൻസിൽ കിടന്ന ലൈംഗിക അതിക്രമം നടത്തിയ ഒരാൾ മരിച്ചു എന്നാണ്. എനിക്ക് അതപ്പോൾ സന്തോഷം തോന്നി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗിക അതിക്രമം നടന്ന ഒരാളാണല്ലോ. അപ്പം നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ നീതിപീഠത്തിൽ നിന്ന് നമുക്ക് നീതി കിട്ടുന്നില്ല. അപ്പം അങ്ങനെയെങ്കിലും ഒരു നീതി കിട്ടിയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. രണ്ടാമത്തെ കാര്യം, ഞാൻ പിന്നീടാണ് എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചു പറയുന്നത് ഇത് കാണുമ്പം അവരുടെ അച്ഛനും അമ്മയ്ക്കും അവർ വീട്ടുകാർക്കും എന്തായിരിക്കും അവർക്ക് തോന്നുക, അവർക്ക് വിഷമം ഉണ്ടാവൂലേ എന്ന്. അവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്. ശരിയാണ്, അയാൾ മരിച്ചു, ഇനി അയാളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇങ്ങനെ അറ്റുമൂലം കേട്ട് ഓരോന്നും ഫേസ്ബുക്കിൽ കുറിച്ചിടുന്നത് കൊണ്ടാണ് പ്രശ്നം. ഒരു വിഷയത്തെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ മര്യാദക്ക് അറിഞ്ഞിട്ടൊക്കെ പ്രതികരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും കാര്യങ്ങൾ. എന്തായാലും ശ്രീലക്ഷ്മിക്ക് ഇതൊരു പാടാവട്ടെ. ഇനിയെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ പ്രതികരണം നടത്തുന്ന സമയത്ത് അറ്റുമൂലം കേട്ട് പ്രതികരണം നടത്താതെ മുഴുവനായിട്ട് അറിഞ്ഞിട്ട് പ്രതികരിക്കുക. കേട്ടോ? എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ പെണ്ണിനെ മാത്രമേ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു പെണ്ണിന് സൈബർ ബുള്ളിങ് കേൾക്കാതിരിക്കുക എന്നുള്ളത് അതോ വല്ലാത്തൊരു കെയറിങ് തന്നെ. അയാളെ പോയി, എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന കുറ്റവാളി ഒരു പെണ്ണായതുകൊണ്ട് തന്നെ അവളെ നമ്മൾക്ക് എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം അല്ലേ? ഇവളുടെ ചിന്താഗതി നോക്കണേ. പെണ്ണാണോ, അവൾക്ക് രണ്ടും ുണ്ടോ, പിന്നെ ഒന്നും നോക്കണ്ട, എന്ത് വില കൊടുത്ത് അവളങ്ങ് സംരക്ഷിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇവള് ചിന്തിക്കുന്നത്. എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ ഈ ശ്രീലക്ഷ്മിക്ക് ഇതുവരെ കിട്ടിയതൊന്നും പോരാന്നുള്ളതാണ്. എന്തായാലും ഞാനായിട്ട് ഇനി അധികം ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ടാണ് ഓരോരോ ന്യായീകരണങ്ങളെ പെണ്ണുങ്ങളെ പറയിപ്പിക്കാനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.